കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷ് പെണ്ണ് കണ്ട് തിരിച്ചു വരുന്നു. അപ്പോൾ കാറിലിരുന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നികേഷിന് ആദ്യം ചോദിക്കുന്നത് അപ്പോൾ ആ ചെക്കൻ്റെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് സഹോദരനായിട്ട് തോന്നുന്നില്ലല്ലോ കേട്ടോ. അപ്പോൾ സഹോദരനൊന്നല്ലടാ, വേറെ ആരോട് പേര് പറഞ്ഞത്, വേറെ എന്ത് പേര് എന്ന് സുധീഷ് ചോദിക്കും. എടാ ഞാനത് മറന്നു പേര്, ബെസ്റ്റി എന്ന് പറഞ്ഞേന്ന് പറയും. ബെസ്റ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അനിയന്മാരൊക്കെ ഞെട്ടാണ്. അനിയെത്തിയും എന്നിട്ട് നമ്മുടെ സുധീഷ് വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ചോദിക്കും, ബെസ്റ്റിയോ എന്ന് പറയും. അതെന്താടാ ബെസ്റ്റി എന്ന് പറഞ്ഞേന്ന് പറയും. ബെസ്റ്റി എന്ന് വെച്ചാൽ എന്താന്ന് ചോദിക്കും. അത് പിന്നെ ബെസ്റ്റി എന്ന് വെച്ചാൽ അത് ഞാനിപ്പോൾ എന്നിട്ട് പറഞ്ഞുതരാന്ന് സുധീഷ് ഇങ്ങനെ ആകെ കിടന്നു കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കിന്. അപ്പോൾ നമ്മുടെ സുഭാഷ് പിന്നെയും പറയുന്നത് അത് ആ പെൺകുട്ടി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടി എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയും. സുഭാഷായിട്ട് ആ പെൺകുട്ടീനെ ഇഷ്ടമായോ എന്ന് നികേഷ് ചോദിക്കും. എടാ ഞാൻ ഏത് പെൺകുട്ടീനാണ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു പെൺകുട്ടികളെ ഇഷ്ടമില്ല എന്ന് പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയും. പക്ഷേ ഇത് എന്ന് പറയും, ഇത് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ നോക്കാം. അതല്ലടാ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ എന്തോ എനിക്കൊരു ഇഷ്ടക്കുറവ് പോലെ. കാരണം പാർട്ടി, ചില്ല്, വൈബ് അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഭാഷകളും സംസാരിക്കുന്നത് ഞാൻ സിനിമ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര അത്ഭുതമൊക്കെ പോലെ തോന്നി. ഇത് ശരിയാവില്ലാത്ത പോലെ എൻ്റെ മനസ്സ് പറഞ്ഞത്. അപ്പോൾ അത് കുഴപ്പമില്ല സുഭാഷ് ഏട്ടാ, നമുക്ക് വേറെ നോക്കാമെന്ന് നിധിയും ഈ നികേഷും പറയും. അങ്ങനെ വണ്ടി ഇടുന്ന സന്തോഷത്തോടെ പോകും അങ്ങനെ അവർ. അപ്പോൾ സുഭാഷിന് വിഷമമൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പോകും. അതിനുശേഷം പിന്നെ വീട്ടിൽ നമ്മുടെ നിധി തേങ്ങയൊക്കെ ചെരുക്കി കൊടുക്കുന്ന സുഭാഷിന് അടുക്കളയിൽ സഹായിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ അകത്തിരുന്നങ്ങായിട്ട് ചിരിച്ചും കളിച്ചും തല്ലു പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിധി ഇങ്ങനെ ഒരുപാട് ചുമക്കുന്നുണ്ട്. അപ്പോൾ മോള് പോക്കാം ചേട്ടൻ ചെയ്തുകൊണ്ടെന്ന് പറയും. കണ്ട് നിധിനെ അപ്പുറത്തേക്ക് പറഞ്ഞയക്കും. അപ്പോൾ സുധീഷ് പെണ്ണ് കണ്ട വിശേഷങ്ങളൊക്കെ നമ്മുടെ ഹരീഷിനോട് പറഞ്ഞു കൊടുക്കണ്. അപ്പോൾ എടാ നികേഷേ, ഇവനും അറിയില്ലടാ ബെസ്റ്റിൻ്റെ അർത്ഥം എന്ന് നികേഷിനോട് പറയണേ. അത് ശരി ബെസ്റ്റ് എന്ന് പറയും. അപ്പോൾ നികേഷ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം, അതില്ല ചേട്ടാ, ഈ ഫ്രണ്ട്സും അല്ല എന്നാൽ ബോയ് ഫ്രണ്ടും അല്ലാത്തൊരു രണ്ടിൻ്റെ ഇടയിലുള്ള ഒരാളാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ മീനിങ്ങും അർത്ഥങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് ചിരിച്ചും കളിച്ചും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് സുഭാഷേട്ടാ എന്ന് വിളിച്ചും കഴിഞ്ഞിട്ട് സുനന്ദ ഓടി വരും. നീ എന്തിനാ സുഭാഷ് സുനന്ദനെ കാണുമ്പോൾ ആദ്യം അങ്ങോട്ട് വിഷമാവും. പിന്നെ ചോദിക്കും, നീ എന്തിനാ അങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. അതിന് മുന്നേ തന്നെ അനിയന്മാരൊക്കെ അടുക്കളയിൽ നിർത്തി ഓടി കൊണ്ടിടി, നിന്നോട് ആരും ഓൾറെഡി ഇങ്ങോട്ട് വരാൻ, നീ വന്നോടത്തോളം മതിയായിടി, നീ വന്നതിൻ്റെ പിന്നാലെ ഇനി പോലീസ് വരില്ലടി, നിൻ്റെ അമ്മയും അമ്മാവും വരില്ലടി, നിൻ്റെ അച്ഛൻ വരില്ലടി എന്നൊക്കെ ചോദിച്ച് സുധീഷും എല്ലാവരും കൂടി അപ്പോൾ നിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. അപ്പോൾ നിധി പറയും, നിങ്ങൾ മിണ്ടാണ്ടെന്നാൽ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അനിയന്മാരെ സുധീഷിനെയൊക്കെ അപ്പുറത്തേക്ക് നിധി നിർബന്ധമായിട്ട് പറഞ്ഞയക്കും. അപ്പോൾ സുഭാഷ് പറയും, നീ അന്ന് വന്നതിനെ ഞാൻ അനുഭവിച്ചത് നീ കണ്ടതല്ലേ, നിൻ്റെ അച്ഛൻ വന്ന് എന്നെ അടിച്ചു, അത് പോട്ടെ എന്ന് വിചാരിക്കാം. ഒന്നറിയാത്ത എൻ്റെ അനിയന്മാരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകാൻ നോക്കൂ സുനന്ദ, നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നു. വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത നേരത്തേക്ക് ഞാൻ ഓടി വന്നാണ് സുഭാഷ് ഏട്ടാ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, സുഭാഷ് ഏട്ടനും എന്നെ ആട്ടി ഓടിക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിധി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഭാസ്കരൻ ആ സമയത്ത് കറക്റ്റ് സമയത്ത് പാട്ടും പാടി വരികയായിരിക്കും. ഭാസ്കരനാണെങ്കിൽ പരയിലേക്ക് കയറി വന്നപ്പോൾ നിധിയെ സുനന്ദയെ കണ്ടപ്പോൾ പ്രേതത്തിനെ കണ്ട പോലെയാവും. എടി കരിങ്കാളി എന്ന് വിളിച്ചും കഴിഞ്ഞിട്ട് പാഞ്ഞെടുക്കും. നിന്നോട് ആരും പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് പോടി, നിൻ്റെ ഈ പിന്നാമ്പുറത്തെ കൂടെയുള്ള വരവേണ്ടി ഒന്നറിയാത്ത എൻ്റെ മക്കളെയൊക്കെ ജയിലിൽ കയറ്റിയത്, നിൻ്റെ അച്ഛനും അമ്മാവനും നിൻ്റെ പൂതനത്തള്ളയും കൂടി എന്നെ പറഞ്ഞിടക്കണ ഒരു കാര്യം ഉണ്ടല്ലോ, അത് ഞാൻ നിൻ്റെ മുന്നിൽ ഞാൻ കാണിച്ചു തരുവടി എന്നൊക്കെ പറയും. ഇറങ്ങിപ്പോടി എന്ന് പറയും. അപ്പം അച്ഛ വേണ്ട അച്ഛ എന്ന് പറയും നിധി. നീ മിണ്ടാണ്ടിക്ക് മോളെ, നിനക്കറിയില്ല ഇവളൊക്കെ ഇവരെ കുറിച്ച് എന്നുള്ള കാര്യം. അപ്പം നിധി പറയും, അമ്മാവ ഭാസ്കരമ്മാവ ഞാൻ അതല്ല എന്ന് പറയും. നിൻ്റെ അമ്മാവനും കുമ്മാവനും ഒന്നല്ല ഞാൻ, ഇറങ്ങിപ്പോടി ഇവിടുന്ന് പറയും. നീ പോയില്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ചിറക്കുമെന്ന് പറയും. വേണ്ട അച്ഛ മിണ്ടാണ്ടിക്ക അച്ഛ എന്ന് സുഭാഷ് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാണ്ടിക്കടാ എന്ന് പറഞ്ഞു. അപ്പം സുനന്ദ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകും. പിന്നെ ആ വീട്ടിൽ വല്ലാത്തൊരു വിഷമമാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധി അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ നിധി പ്രാർത്ഥിച്ചതിന് ശേഷം ആൽത്തറയിലിരിക്കും. അതിന് മുന്നേ തന്നെ സുധീഷിനോട് ഒന്നും കൂടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ നിധി, ഇവരുടെ വിവാഹം എങ്ങനെയെങ്കിലും നമുക്ക് നടത്താൻ പറ്റുമോ, ഞാൻ എങ്ങനെയെങ്കിലും സുനന്ദനെ കൊണ്ടുവരാം, സുധീഷ് നമുക്ക് സുഭാഷ് ഏട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് മാലിടിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ താൻ എന്തീ പറയുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പോലും തുറന്നു പറയാത്ത രണ്ട് ടീമുകളാണ്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നിധിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് സുധീഷ്. പിന്നീട് അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് നിധി സുനന്ദനെ കാണുന്നത്. അപ്പോൾ സുനന്ദ പറയും, ഞാൻ അങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നല്ലേ നിധി എന്ന് പറയും. നീ ഇങ്ങനെ പറയൽ മാത്രമേ ഉള്ളൂ, എന്നിട്ട് പിന്നെ നീ ഒരു പ്രവർത്തിക്കുകയും ചെയ്യും, നിനക്ക് സ്വന്തമായി ഒരു തീരുമാനം ഇല്ല, ഒരു വ്യക്തിത്വം ഇല്ല എന്നൊക്കെ പറയുന്നു. നിൻ്റെ ജീവിതം നീ തീരുമാനിക്കേണ്ടത്, ഇല്ലാണ്ട് നിൻ്റെ അച്ഛനും അമ്മയും ഇല്ല എന്ന് പറയും.
നിധിയുടെ അത്ര ധൈര്യം എനിക്കില്ല നിധിയെ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആ ചെക്കനാണെങ്കിൽ എന്നെ വിളിച്ച് തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല, കല്യാണം എടുക്കും തോറും എന്നെ കൊല്ലാൻ കൊണ്ടുപോകണ പോലെയൊക്കെ എനിക്ക് തോന്നണേന്ന് പറയും. നിൻ്റെ തീരുമാനം എന്താണെന്ന് പറയും. എനിക്ക് സുഭാഷേട്ടൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, സുഭാഷേട്ടൻ നഷ്ടപ്പെടുന്നു തോന്നിയപ്പോഴാണ് എനിക്കിപ്പോൾ സുഭാഷേട്ടനെ ഞാൻ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. എങ്കിൽ നിൻ്റെ തീരുമാനം നീ ഉറച്ചതായിട്ട് നീ ഒരു തീരുമാനം എടുക്കുക, അപ്പോൾ നിൻ്റെ മനസ്സിൽ വ്യക്തമായിട്ട് അതിനൊരു ഉത്തരം കിട്ടും എന്ന് പറയും. അങ്ങനെ ധൈര്യത്തോടെ സുനന്ദ കണ്ണൊക്കെ തുടച്ച് ധൈര്യത്തോടെ നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പ്രമോയിലാണെങ്കിൽ സുനന്ദയുടെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. സുനന്ദ നല്ല സുന്ദരിയായി സാരിയൊക്കെ കൊടുത്ത് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് നിൽക്കണം. അപ്പം അമ്മയ്ക്കും വലിയ സന്തോഷമാകും, സുനന്ദയുടെ മനസ്സ് മാറിയെന്ന് വിചാരിച്ച്. മനസ്സിലൊക്കെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകും മോളെ, അതൊന്നും സാരില്ല, അതൊക്കെ പെട്ടെന്ന് മാറും, അതൊക്കെ മറക്കും പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ഒരുപാട് പേരൊക്കെ വന്നിട്ട് സുനന്ദനെ കാണുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. അതിനുശേഷം കിളിക്കൂടിലാണെങ്കിൽ സുഭാഷിനോട് പറയുന്ന അനിയന്മാർ അവന് ഇഷ്ടമുള്ള സാധനം നേടിയെടുക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം, അതിനിങ്ങനെ മിണ്ടാണ്ടി നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അവർ നമ്മുടെ സുഭാഷേട്ടൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന അനിയന്മാർ പറയണതൊന്നും വിശ്വസിക്കാൻ പറ്റില്ലാതെ അമ്പലത്തിൽ വെച്ച് നമുക്ക് സുനന്ദര കഴുത്തിൽ ചേട്ടൻ താലി കെട്ടണം, അത് ഇനി വേറെ മാർഗ്ഗമുള്ളൂ എന്നൊക്കെ, വേറൊരു മാർഗ്ഗവും ഇല്ല എന്നൊക്കെ പറയും. എന്നാൽ ശരി, നമ്മുടെ സുഭാഷിന് നല്ല പേടിയുണ്ട്. പക്ഷെ അനിയന്മാരെല്ലാവരും കൂടെ നമ്മുടെ സുഭാഷിന് ധൈര്യം കൊടുക്കുന്നത് മാത്രമല്ല, നിധി പറയുന്നുണ്ട് സുനന്ദനെ ഞാൻ അമ്പലത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സെറ്റാക്കി നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെയും പ്രേമയുടെയും അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.